പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 4 വാക്യം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് പ്രവചിക്കുന്ന ചില വാക്കുകളാണിത്. സാക്ഷാൽ രോഗങ്ങളെ വഹിക്കുകയും വേദനകളെ ചുമക്കുകയും ചെയ്ത ഒരു കർത്താവ്, രക്ഷാനായകനായി ഈ ലോകത്തിലേക്ക് മനുഷ്യരൂപത്തിൽ കടന്നു വന്ന ദൈവപുത്രൻ ഇപ്പോൾ തന്നൊരു അകൃത്യയാഗമായി തീർന്നു. കാൽവരി ക്രൂശിന്മേൽ തൻ്റെ കിടപ്പ് കണ്ടാൽ മോഷണം ചെയ്ത, പാപം ചെയ്ത ഒരു ദോഷിയായ മനുഷ്യൻ കിടക്കുന്നത് പോലെ താൻ കിടക്കുന്നു. അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും താനിപ്പോൾ മിണ്ടാതെ ഇരിക്കുന്നു. പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവിൻ്റെ ഇത്ര വലിയൊരു കഷ്ടത സമയത്ത് മിണ്ടാതെയിരിക്കുന്നു, മൗനമായിരിക്കുന്നു. എന്തിനാ പ്രിയപ്പെട്ടവരെ? വലിയവനായ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ സർവശക്തിയുള്ള വലിയവനായ ദൈവം ഇപ്രകാരം ഒരു പ്രവൃത്തിയിലേക്ക് നീങ്ങിയത്? പരിശുദ്ധനായ വാഴ്ത്തപ്പെട്ടവനായ സകല മാനവജാതിയുടെ രക്ഷാനായകനായി തീർന്ന യേശു കർത്താവ് ഇത്ര വലിയൊരു പരീക്ഷയിൽ കൂടെ, കഷ്ടതയിൽ കൂടെ കടന്നുപോയത് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിന്മേൽ അവൻ യാഗമായി തീർന്നു. യേശു കർത്താവ് അനുഭവിച്ച കഷ്ടതകൾ, കാൽവരി ക്രൂശിന്മേൽ താൻ ക്രൂശ് ചുമന്ന് അതേ 3 ആണികളാൽ തറയ്ക്കപ്പെട്ടവനായി കിടക്കുമ്പോൾ അവൻ നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുകയായിരുന്നു, നമ്മുടെ വേദനകളെ ചുമക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് പറയുന്നു. സാക്ഷാൽ രോഗങ്ങളെ വഹിക്കുന്നവൻ, വേദനകളെ ചുമക്കുന്നവൻ, നമ്മുടെ രക്ഷാനായകനായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു ഇന്നും രോഗത്തെ സൗഖ്യമാക്കും, വേദനകളെ ചുമക്കും. നിങ്ങൾ എന്തൊന്നിനാൽ ഭാരപ്പെടുന്നുവോ? എന്താണ് നിങ്ങളുടെ വേദന? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിൽ കൂടെ നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചു, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടണം, ഞാൻ ലോകത്തെ ജയിച്ചവനാണെന്ന് നമ്മോട് വാഗ്ദത്തം ചെയ്ത ഏക നേതാവ്, ഏക രാജാവ്, ഏക ദൈവം, അത് ഏകസത്യ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് വേദനകളും രോഗങ്ങളും കൊണ്ട് ഇന്ന് രാവിലെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ആത്മാവിന് സംസാരിപ്പാനുള്ള, ഞാൻ സാക്ഷാൽ രോഗങ്ങളെ വഹിക്കുന്നവനും അതേ നമ്മുടെ വേദനകളെ ചുമക്കുന്നവനുമായ ദൈവമാണ്. ആ യേശു കർത്താവ് രാവിലെ നമ്മുടെ അടുക്കലേക്ക് അടുത്തു വന്ന് സകല രോഗങ്ങളെയും ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന വാക്കിനാൽ നമ്മെ സൗഖ്യമാക്കുന്നു, നമുക്ക് സമാധാനം നൽകുന്നു, നമുക്ക് വീണ്ടെടുപ്പ് നൽകുന്നു, എന്നേക്കുമുള്ള ആ ദൈവീയ നിത്യത നമുക്ക് അവകാശമാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ആകയാൽ ഈ ക്രിസ്തുവിലേക്ക് അടുത്തു വരിക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ പങ്കാളികളായി തീരുക. ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ച് ആ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ പരിഹാരം തരികയും നിത്യത എന്ന സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മെ കടത്തുകയും ചെയ്യും. അതിനായി നമുക്ക് കാത്തിരിക്കാം. ആമേൻ.